ഹോം ടൂർ മാത്രമല്ല, നമ്മൾ പുതിയ ഗാങ് ഹൗസിലേക്ക് മാറില്ല. ഇതെന്റെ അനിയനാണ്. നിങ്ങൾ ഇത് എന്റെ താടി വെച്ചിട്ടുള്ള ഇത് കുറേ ആൾക്ക് തോന്നുന്നുണ്ട്. കാണിക്കാൻ പറ്റുന്ന ഒരു ഇതിലല്ല, പക്ഷെ ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ പോകുന്നോണ്ട് ഇങ്ങനെല്ലാം സംഭവിക്കുന്നത്. എന്താന്ന് നമുക്ക് അറിയില്ല. എല്ലാം അള്ളാന്റെ കുതിരത്ത്. ഉമ്മ ഒന്നും ക്യാമറയിലൊന്നും വരൂല. അതാ വരുന്ന ഇല്ല. അപ്പൊ ഇൻസ്റ്റയില് റീലുകൾ നോക്കി സാധനം വാങ്ങുമ്പോ നോക്കി വാങ്ങുക. നല്ല കക്കാൻ കയറിയതാന്ന് ആലോചിക്കേ. ഇതെന്താണ്? ഉപ്പും മുളകും കൂട്ടുക. ഓക്കെ ഗൈസ്, അപ്പോൾ കുറേ നാളായി ഞാൻ ഹോം ടൂർ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. ഹോം ടൂർ മാത്രമല്ല, നമ്മൾ പുതിയ ഗാങ് ഹൗസിലേക്ക് മാറില്ല. അപ്പോൾ ഇന്ന് രാത്രിത്തോട് കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടി പുതിയ ഗാങ് ഹൗസിലേക്ക് പോകും. അപ്പോൾ അതും പ്ലസ് എൻ്റെ വീടും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറേ നാളെ ഈ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നത്. ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെങ്കിലും ഇടാൻ പറ്റട്ടെ. അപ്പോൾ അബീബേ, വീട് കാണിച്ചു കൊടുക്കടാ. ഞാൻ താഴേക്ക് വരാം. ബാ. അപ്പോൾ ഇവിടെ പണിയെല്ലാം നടക്കുകയാണ്. ഇവിടെ വീട്ടിൽ എന്താ പറയുക, പെങ്ങളെ കല്യാണമെല്ലാം ആയിട്ട് അതിൻ്റെ പണിയെല്ലാം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുക്കള കാണിച്ചു തരാം. താഴെ നമുക്ക് തുടങ്ങാം. ഇത് പെമ്പിള്ളറല്ലേ ഈ ഹോം ടൂർ എടുക്കൽ. വാ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രിഡ്ജ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. വരും, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന്. പാലുണ്ട്, ചെമ്മീനുണ്ട്. എല്ലാ വീട്ടിലെയും പോലെ തന്നെ കേട്ടോ ഇവിടെയും. ഇതാ തലേ ദിവസത്തെ കറിയുണ്ട്. പിന്നെ ഇതെന്തല്ലോ ചീന കുറേ മല്ലിച്ചപ്പും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. ഇവിടെ ഇതല്ലേ ഉള്ളൂ, ഇവിടെ വേറൊന്നുമില്ല കാണിക്കാൻ. പിന്നെ അടുക്കള ഒന്നും കാണാനൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. ബാ. ഇവിടെ ലൈറ്റ് കുറവാന്ന് തോന്നല്ലേ. ഇതെൻ്റെ അനിയനാണ്. നിങ്ങൾ ഇവൻ മാത്രമേ ഇവിടെ ക്യാമറയിൽ വരും. അപ്പോൾ ഇത് എൻ്റെ അനിയനാണ്. എത്രയല്ലേ പഠിക്കുന്നത്? 7. ബാ. അപ്പോൾ ഞാൻ മുകളിൽ കാണിച്ചു തരാം. ബാ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മൊത്തം പണി നടക്കുന്നു. ഇവിടെ എന്താ പറയുക, കാണിക്കാൻ പറ്റുന്ന ഒരു ഇതിലല്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ പോകുന്നതുകൊണ്ട് എന്തായാലും ഇവിടുന്ന് ഒരു ഹോം ടൂറും കൂടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബാൽക്കണി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ബാൽക്കണി എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഇവിടെ കാണാനിതാ റോഡുണ്ട്, നാട്ടുകാരെ കാണാം, അത് തന്നെ, വേറൊന്നും കാണാനില്ല ഇവിടെ. അപ്പോൾ പിന്നെ ഇതാ വീട് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. അത് കാണിച്ചു കൊടുക്കാം അബീബേ. ഇനി ഞാൻ ക്യാമറ പിടിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം. റൈറ്റ്, ഇതാണ് ക്യാമറ പിടിക്കുന്ന ആൾ. ഇവൻ്റെ ഫ്രണ്ടാണ്, ഉറ്റ സുഹൃത്ത്. ഇതാ. വാ. അപ്പോൾ ക്യാമറാമാൻ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം കേട്ടോ. വാ. ഒരു ലൈറ്റ് ഉണ്ടല്ലോ. ബാ. അപ്പോൾ ഇതാണ് പെങ്ങളെ റൂം. ഇവിടെ മൊത്തം ഇതായിട്ടാണ് ഉള്ളത്. ഇവിടെ മൊത്തം എന്താ പറയുക, പണി നടന്നുകൊണ്ടിരിക്കുകയും സീലിങ്ങിൻ്റെ ഇതിൻ്റെ ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ പണി കണക്കലും കാര്യങ്ങളും. പിന്നെ ഉമ്മ ഒന്നും ക്യാമറയിലൊന്നും വരില്ല. അങ്ങനെ ഇതുണ്ട്. പിന്നെ ഇത് പുറത്ത് ഇതൊന്ന് സെറ്റപ്പാക്കി എടുക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം മൊത്തം വേസ്റ്റും സാധനങ്ങളെല്ലാം എന്നുള്ളത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ റെഡിയാക്കി എടുക്കും. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, കാത്തിരുന്ന ഇത് കാണാം. എൻ്റെ റൂം കാണാം. കാത്തിരുന്നതൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഡെയിലി ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കുറച്ചായിട്ട് ഒരു മാസമായിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഇതാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. റൂം, ചെയർ, ഈ പറഞ്ഞ പോലെ ഇതാണ് എൻ്റെ PC സെറ്റപ്പ്. ഇത് മൊത്തം ഒരുവിധം സാധനങ്ങളെല്ലാം ഇതിൽ നിന്ന് കുറച്ചെല്ലാം മാറ്റി കേട്ടോ. ഒരുവിധം സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്തെല്ലാം വെച്ച്. ഇപ്പോൾ ഉള്ളത് ഇതാണ് എൻ്റെ PC. ഇതെന്താണ് PC? ഇതാണ് എൻ്റെ PC. കാണിക്കേ. ഇതാണ് എൻ്റെ PC. ക്യാമറമാൻ ചിരിക്കുന്നു. ഇതാണ് എൻ്റെ PC ഗൈസ്. ഇതെൻ്റെ PC. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു മോണിറ്റർ, പിന്നെ ഇതാ വേറൊരു 2 മോണിറ്റർ, പിന്നെ ഇതാ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്,
പിന്നെ കീബോർഡ്, പിന്നെ ഒരു എന്താ പറയുക ഒരു ഹോം തിയേറ്റർ മേടിച്ചു. ഇതിപ്പോൾ ആ ഒരാഴ്ച 2 ആഴ്ചയായുള്ളൂ ഞാൻ വാങ്ങിയിട്ട്. അപ്പോൾ ഒരു ഹോം തിയേറ്റർ, പിന്നെ അത്തരം സാധനങ്ങൾ. പിന്നെ നിങ്ങൾക്ക് കുറേ ആൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എൻ്റെ താടി വെച്ചിട്ടുള്ള, ഇത് കുറേ ആൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എന്താണെന്നുള്ള സംഭവം. ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ 1 മാസത്തിൻ്റെ അടുത്തായി. അപ്പോൾ ആ ടൈം ഞാൻ വിചാരിച്ച് താടി ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട്, ഈടെ വരുന്നുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് വരുന്നല്ലാണ്ട് കൃത്യമായിട്ട് വരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഓൺലൈനിൽ നിന്ന് ഒരു പേജ് എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാ. ZS എന്ന് പറഞ്ഞിട്ട് ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ സാധനം, ഇതെന്തോ 750 റുപ്യ അങ്ങനെ എന്തോ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. പ്രൊമോഷനും കാര്യമൊന്നുമല്ല ഗൈസ്, ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ എന്നോട് ഇതാക്കാൻ പറഞ്ഞത്, ലൈവ് പറയാനാണ് പറഞ്ഞത്. പക്ഷേ ഇത് തേച്ച് ശരിക്കും എനിക്ക് താടി വന്ന്, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇത് നോക്കിയാൽ എനിക്ക് താടി വന്നു, കുറച്ചും കൂടി ഇത് വരാനുള്ളൂ, മനസ്സിലായി. ഞാൻ ഇപ്പോൾ 2 ആഴ്ച ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗുണമുണ്ട് കേട്ടോ, സാധനം അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്ക് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങാണ്ടിരിക്കുക, അത് നിങ്ങളിഷ്ടം. അപ്പോൾ അതാണ് എൻ്റെ റൂമൊന്ന് കാണിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഒട്ടിച്ച സ്റ്റിക്കറാട്ടോ, ഇത് ഞാൻ തന്നെ ഒട്ടിച്ച സ്റ്റിക്കറാണ്. പക്ഷേ ഇത് പാളിപ്പോയി, നല്ല വൃത്തിയുള്ള AC ആയിരുന്നു. ഞാൻ ഇത് ഒട്ടിച്ചിട്ട് എന്തെല്ലോ ആക്കി, മറ്റേ ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ട് ആവേശമായിട്ട് മേടിച്ച് ഒട്ടിച്ചതാണ്. ഇതിൻ്റെ ഇത് മാത്രം ഓക്കെ, ഇത് മാത്രം കാണാൻ രസമുണ്ട്. ഇത് മൂഞ്ചിപ്പോയി, ഇത് മേടിച്ച് ഒട്ടിച്ചതാണ്. ഞാൻ നമ്മൾ തന്നെ ഒട്ടിക്കാൻ നിന്നാൽ മൂഞ്ചു നമുക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ കുഴപ്പമാണോ ഇതിൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല. അപ്പോൾ ഇൻസ്റ്റയിൽ റീലുകൾ നോക്കി സാധനം വാങ്ങുമ്പോൾ നോക്കി വാങ്ങുക. പിന്നെ ഓക്കെ, ഇതാണ് പിന്നെ എൻ്റെ എന്താ പറയുക അലമാര, ഡ്രസ്സ്, സാധനങ്ങൾ. ഇതെല്ലാം ഇപ്പോൾ എടുക്കും കേട്ടോ, ഇതെല്ലാം ഇപ്പം ബാഗിലിട്ടിട്ട് മൊത്തം കൊണ്ടുപോകും നമ്മൾ, പുതിയ ഗ്യാങ് ഹൗസിലേക്ക് കൊണ്ടുപോകും. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു, ജാസി, മമ്മു, അസ്പാക്ക്, അതിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ എത്തുമായിരിക്കും. അവിടെ നിന്ന് ഇറങ്ങി ഇടത്താനായി എന്ന് പറഞ്ഞ എന്നോട്. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോവുക. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും കൂടി പങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. എന്താ പാൽക്കപ്പയും ബീഫോ ചിക്കനോ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് പുതിയ ഗ്യാങ് ഹൗസിലേക്ക് പോവാം. അപ്പോൾ അവിടെ എത്തിയിട്ട് ആ ഗ്യാങ് ഹൗസും അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റൂം. ഇത് എൻ്റെ ഷൂസ്, ഇതൊന്നും ഞാൻ ഇന്നേ വരെ ഇട്ടിട്ടില്ല, നോക്കിയാൽ മനസ്സിലാവും. ഇതൊന്നും ഞാൻ ഇന്നേ വരെ ഇട്ടിട്ടില്ല. ഇത് ഇവിടുത്തെ എന്തോ അകത്തുനിന്ന് ഇട്ടതിൻ്റെ എന്തോ കച്ചറ, ഇതൊന്നും ഞാൻ ഇന്നേ വരെ ഇട്ടിട്ടില്ല. എനിക്ക് എന്താ അറിയില്ല, ഇങ്ങനെ ഷൂവെല്ലാം ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയുക ഷോന് വെറുതെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ ഇത് ഈ മാസം ഇവിടെ വന്ന കറണ്ട് ബില്ലാന്ന് കേട്ടോ. 16,000 റുപ്യാണ് ഇവിടെ വന്ന കറണ്ട് ബില്ല്. 16,000 റുപ്യ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. മിക്കവാറും ഇവിടെ സോളാർ വെക്കേണ്ടി വരും. പക്ഷേ ഇതെന്താ സോളാറിൻ്റെ ഒന്നും അവസ്ഥ അറിയില്ല. 16,000 റുപ്യാണ് ഈ മാസം കറണ്ട് ബില്ല് വന്നത്, മനസ്സിലായോ? നമ്മൾ ആടെ കൊച്ചിയിലാണെങ്കിൽ ഇതിൻ്റെ ഒരു 3 ഇരട്ടി വരും കേട്ടോ. കൊച്ചിയിലാണെങ്കിൽ ഇതിൻ്റെ ഒരു 3 ഇരട്ടി വരും. ഞാൻ ആദ്യമായിട്ട് 10-16 റുപ്യയുള്ള കറണ്ട് ബില്ല് കാണുന്നു. ഞാൻ വന്നതിന് ശേഷം കേട്ടോ. അതിന് മുമ്പ് വരെ ഉമ്മ പറയുന്നത് കഴിഞ്ഞ മാസത്തിലെന്തോ 3,000 റുപ്യ മറ്റാന്ന് വന്നത്. അപ്പം ഞാൻ വന്നതിന് ശേഷം ഈ PC യും ഇവിടുന്ന് ഞാൻ 1 മാസം സ്ട്രീം ചെയ്തല്ലോ. PC യും പിന്നെ ഈ പറഞ്ഞ പോലെ AC യും ഇതെല്ലാം ആയിട്ട് മൊത്തം അതിൻ്റെ ഇതിലായിരിക്കും ഈ പറഞ്ഞ പോലെ 16 റുപ്യ വന്നിട്ടുണ്ടാവുക. അപ്പോൾ വേറെന്താ, ഇതായില്ലേ, റൂമായില്ലേ, ഇനിയിപ്പം ബാത്റൂം കൂടി കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ കൂടുതൽ ടൈം ചിലവഴിക്കുന്ന ബാത്റൂം. ഇതാണ് ഞാൻ കൂടുതൽ ടൈം ചിലവഴിക്കുന്ന ബാത്റൂം. അപ്പോൾ ഇനിയിപ്പോൾ അവർ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അവരിപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിലാണ് എടുക്കുന്നത്, അപ്പോൾ എനിക്ക് ഇതിലാണ് വിളിക്കേണ്ടത്. അപ്പോൾ അതിലിവിടെ എത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവന്മാർ വരുമോ എന്താണെന്ന് അറിയില്ല കേട്ടോ. മഴ പെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാലാവസ്ഥയെല്ലാം മൊത്തം മാറി. സംഭവം 4 മണിയായിട്ടുള്ളൂ, വൈകുന്നേരം 4 മണിയായിട്ടുള്ളൂ. 3:45 4 മണിയായിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര മഴ ആയിക്കോണ്ടേ ക്ലൈമറ്റ് ഭയങ്കര കാണിച്ചു കൊടുക്ക്. ക്ലൈമറ്റ് 3:45 ആട്ടെ ഇത് ടൈം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലം 3:45 ഈ പറഞ്ഞ പോലെ ഇരുണ്ട പോലെ നിൽക്കും. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര കാണുന്നുണ്ട് ഞങ്ങൾക്കറിയില്ല. സാധാരണ ഈ സമയത്തെല്ലാം നല്ല വെയിലായിരിക്കും, കുണ്ടി കൊള്ളുന്ന വെയിലായിരിക്കും. പക്ഷേ ഈ സമയം ഇപ്പോൾ എന്താ പറയുക മഴൻ്റെ ഇതാണ്. എന്താ അറിയില്ല, ഇത് ഓരോ കാലാവസ്ഥക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോ സംഭവം പിരാന്തായിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഓരോ സമയം ഓരോ ചില സമയത്ത് ഫുള്ള് വെയിൽ, ഭയങ്കര ചൂട്, എന്താ പറയുക നടുപ്പുറത്ത് നല്ല ഇങ്ങനെ വെള്ളം ഒലിക്കും വേർത്തിട്ട്, അമ്മാതിരി വെയിലും ഇതുമാണ്. ചില സമയം ഇതാണോ അതിൽ അല്ല, ചില സമയം എന്താ ഇതേപോലെ പെട്ടെന്ന് മാറിയിട്ട് മഴൻ്റെ കാലാവസ്ഥ, എന്നിട്ട് പെട്ടെന്നൊരു മഴ,
എൻ്റെ ഒരു 5 മിനിറ്റ് പെയ്യും, പിന്നെ ഒരു നിൽക്കൽ, ഇങ്ങനെല്ലാം സംഭവിക്കുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല, എല്ലാം അള്ളാൻ്റെ കുതിരത്ത്. അപ്പോൾ അതിൽ എവിടെ വിളി ഇവിടെ എത്തിയെന്ന് എന്നോട് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അതാണ് കഥ. ഞാൻ എൻ്റെ ഇപ്പം നാളെ പോയിട്ട് ഞാൻ താടി പഠിക്കും കേട്ടോ. ഇനിയിപ്പോൾ ലൈവും കാര്യങ്ങളും സ്റ്റാർട്ടാക്കാൻ പോകും. ഇത് ചിലപ്പോൾ മിക്കവാറും ഈ വ്ളോഗ് വരുമ്പോഴത്തേക്ക് ഞാൻ ലൈവ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടാവും, അതറിയില്ല. ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടണം. അപ്പോൾ അതിന് 2-3 ദിവസം പിടിക്കും. അപ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും നാളെ മറ്റന്നാളായിട്ട് ഞാൻ ലൈവ് തുടങ്ങും. അപ്പോൾ മെൻ്റലി എല്ലാം കുറച്ച് ഓക്കെ ആയി, നല്ല ഇതായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ അസ്പാക്ക് ഇവിടെ പാലത്തിൻ്റെ അടുത്ത് എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എത്താനായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം. താഴെ പോയാൽ അവരെ വെൽക്കം ചെയ്യാം. ബാ, അതിന് മുമ്പ് എന്നാളിയോ എത്തുമോ? അതാ വരുന്ന അതാ അസ്പാക്ക് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ നായകൻ മങ്കി കിങ്ങായ അസ്പാക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, വാ നമുക്ക് താഴേക്ക് പോവാം. കുടിഞ്ഞ പള്ളി പഠിച്ച് ബാ, ഇത് ലേറ്റ് ഇല്ല. ബാ, അപ്പൊ ബാ, ആദില് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്മുവും ജാസിയും വരുന്നുണ്ട്. അവർ ഒരു വണ്ടിക്കാ വരുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ. അതാര് കാറ്റ് വരുന്ന പോലെ വരുന്നേ. ഓനിപ്പോ എത്തിയിട്ടേ ഉള്ളൂ. ഇത് ഇലക്ട്രിക് വണ്ടിയാ? ഇല്ല, ലൈസൻസ് വേണ്ട. താടി ഞാൻ ഇത് വെച്ചതാ. അടുത്ത മാസോ? ഇത് അനിയന്റെ ചങ്ങായി ക്യാമറമാൻ. ഓനാണ് ക്യാമറമാൻ. ക്യാമറമാനെ കാണിച്ച്. അപ്പോ ഞാൻ പറഞ്ഞുതരാം. അവര് വരുന്നുണ്ട്. അവരിപ്പോ ഇതെന്താന്ന് പൂച്ച മന്തിയതാ സീറ്റ്. പെട്ടെന്ന് എല്ലാരും കാണുമ്പോ തൂറിയാന്ന് വിചാരിക്കും. അതായത് ഈ മഞ്ഞ എടുത്ത് കാണിക്കും, അടുത്ത നേരം മനസ്സിലാവും. ഇതെന്താ ഇത് മാറ്റിക്കോടെ? മാറ്റണം, ഇത് എടുക്കലില്ല, ഇത് ശരിയാക്കിയല്ലേ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അസ്പാക്കും അല്ല ആരാണ് മമ്മുവും ജാസിയും വരുന്നുണ്ട്. അപ്പൊ അവരിപ്പോ എത്തും. അസ്സലാമു അലൈക്കും. എന്താ സുഖല്ലേ? എന്താണ് കൊറേ അല്ല ഇത് ചങ്ങായിമാർ വന്നേ. എന്താ മീൻ വാങ്ങി മംഗലം കഴിഞ്ഞിട്ടല്ല ഇപ്പൊ അന്റെ അല്ല പെങ്ങളോ മംഗലോ വരൂലേ? പിന്നെ വരാ. അല്ല ഞാൻ ഇപ്പം പോവും. ഞാൻ 2 ദിവസത്തിൽ പോവും. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാ കാണാം. ഓക്കെ, അത് പണ്ടേ അറിയുന്ന നമ്മളെല്ലാം ഒരു ഉപ്പാപ്പ പോലെ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ നാടും ഈ സ്ഥലമെല്ലാം. ഈ പറഞ്ഞ പോലെ മായിച്ചാങ്ങൊന്നല്ല, ഇത് കുഗ്രാമമൊന്നല്ല. എല്ലാം വെറുതെ ഞാൻ അത് പറയുന്നത്. കുഗ്രാമമൊന്നല്ല. വീട് കാണിക്കും. വീട് കാണാൻ മണ്ണുണ്ടെന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു പുല്ലും ഇല്ല. ഇത് കാണാൻ മാത്രമേ ഇതുള്ളൂ. അല്ല ഇപ്പം മൊത്തം സെറ്റാക്കല. അപ്പം നിങ്ങളെ കല്യാണം ആയിക്കൊണ്ട് മൊത്തം ഉള്ളിൽ ഇൻറ്റീരിയറും പരിപാടികളും നടക്കാൻ. അപ്പം ഇനി നമുക്ക് മമ്മൂനെയും ജാസിയും അവർ രണ്ടാളും ഒരുമിച്ചാണ് വരുന്നത്. മാങ്ങ ഒരു പ്രശ്നമുണ്ട്. ആ വീട്ടിലെന്നാ പണ്ട് ഞാൻ പറിക്കാൻ പോയിട്ടുണ്ട്. കല്ലെടുത്ത് എറിയാനില്ല. നല്ല വീട്ടിൽ വന്നിട്ട് ഉപ്പാൻ്റെ അടുത്ത് പറയും, നിങ്ങൾ കയറിക്കോ, സീനില്ല. അല്ല നമ്മൾ ഇന്ന് പോവല്ലേ ഇന്ന്. അതിന് പഴുത്ത ഉണ്ടാവില്ല. ഇത് പഴുത്തല്ല, ഇത് പച്ച മാത്രം. വെറുതെ നമുക്കൊന്ന് കയറി നോക്കല്ലേ. ബാബി മുമ്പ് ഇപ്പൊ ഗെയിം ഓവറാ. എടാ വീണേക്കല്ലേ? നീ അങ്ങോട്ട് നോക്കിയാണോ? കുഴപ്പമില്ല, അങ്ങോട്ട് നോക്കിയാണോ? കുഴപ്പമില്ല. ഡെഡിക്കേറ്റഡ് ക്യാമറമാനാ ഇവൻ.
ഉമ്മ എനിക്കെന്നെ പേടിയാന്നിട്ടാ, വേണം വേഗം വാ. എനിക്കെന്നെ പേടിയാന്ന്. ഇതിന്റെ താഴേക്ക് നോക്കിയാ, താഴേക്ക് നോക്കിയാ എനിക്ക് താടി വെച്ചിട്ട് പോറുണ്ടാ? ഞാൻ വിളിക്കാം, സംസാരിക്കാം. എടാ നോക്കിക്കാരേ, നല്ല നല്ല കക്കാൻ കയറിയതാന്ന് ആലോചിക്കേ. ഏയ് എന്ത് പോക്കവന്, അത് ഡെയിലി കാണുന്നുണ്ടോ? മാങ്ങ മാട്ടിന്ന് പറയോ? ഇല്ല ഇല്ല, ഇത് പെഴുത്തല്ലോ, ഇത് പെഴുക്കലില്ല ശരിക്ക്. CCTV ഒന്നും ഇല്ലല്ലോ. എടാ ഇത് നോക്കിയടാ, ഇടുന്നൊന്ന് ഇന്ന് ഇത് നോക്കിയാ ഇങ്ങ് അബീബേ. അതാണ് ഇവിടെ നിൽക്കുമ്പം തന്നെ ഉണ്ടല്ലോ, ഇവിടെ നിൽക്കുമ്പം തന്നെ പേടിയാവുന്നു, ഇവിടെ നിൽക്കുമ്പം തന്നെ പേടിയാവുന്നേട്ടാ. അള്ളാന്റെ ഉമ്മ ബാബാ ഇങ്ങോട്ട് തന്നാ ബാ, 2 മാങ്ങയും പറിച്ച് തിന്നാ. എവിടെ ആ ഇവിടെ തന്നെ വടിയും ഉണ്ടല്ലോ. ആ ഇതാ 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 ഇതാ. ആ പിന്നെ കൊച്ചി പോക്ക് തലയില്ല. കുറച്ച് വലുതായിട്ടില്ല പോക്കല്, ചെറുതിനും പോക്ക്. ചാൻസ് ഉണ്ട്. എപ്പൊ നാളെ പോയിക്കാനാ? കുണ്ടി നേരെ ഓപ്പോസിറ്റ് അടിക്ക്, ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ അടിക്ക്, ഇങ്ങനെ അടിക്ക്, ഇങ്ങനെ അടിക്ക്. എടേ നീ കൊല്ലോ ആളാ, നീ നിർത്തിയ എല്ലാം പച്ച വാങ്ങ, ഉപ്പിലിട്ടിട്ട് തിന്നാ. ഇത് മിക്കവാറും നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആശരീരി കേൾക്കുന്നുണ്ട്, മഴ വരുന്നത് കേൾക്കുന്നുണ്ടാ? അതല്ല ഞാൻ പറയുന്നുണ്ടല്ലോ, ഇത് പെഴുത്ത സാധനം അണ്ണാൻ തൂറി ചപ്പി വെച്ച സാധനം എന്റെ പെഴുത്ത് നോക്കിയാ. അല്ല 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 അല്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റും. അല്ല ഇത് എനിക്ക് കഴിയത്തൊന്നുമില്ല, തുള്ളണ്ടേ, ബുദ്ധിമുട്ടാ. ഇതെന്താ ചെയ്യാൻ പറ്റുമോ? ഇത് പെഴുത്തതല്ല, നമുക്ക് ഉപ്പും മുളകും ഇട്ട് അടിക്കാം. അതെ നീ പോയിട്ട് ഉപ്പും മുളകും എടുത്തിട്ടോ, ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് പിള്ളേരൊക്കെ കത്തി സഞ്ചി വെച്ച് അടിച്ചു പൊട്ടിക്കണ്ടേ? മതിയാ. ഈ വേറൊരു സംഭവം ഉണ്ട്, ഈ മാങ്ങ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് അറിയാം? ഈ സാധനം കളയണം, ഇങ്ങനെ ചിരണ്ടി കളയണം. ഇതാ കണ്ട ഇതിന്റെ, അല്ലെങ്കിൽ ഇത് ഭയങ്കര കറയായിരിക്കും. അല്ല ഇത് 3 മതിയാ? എല്ലാവർക്കും വേണ്ടേ? മമ്മൂനാണെങ്കിൽ ഈ മരം മൊത്തം വേണ്ട ഒരു സൈഡ് മതി. ജോൺ മാങ്ങ അങ്ങനെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അല്ല ഇത് പെഴുത്തല്ലല്ലോ, ഇത് നമുക്ക് മുറിച്ചിട്ട് ഉപ്പും മുളകും കൂട്ടിയിട്ട് ഇതുണ്ടാ സഞ്ചി ഉണ്ടെങ്കിൽ സഞ്ചിയിലിട്ട് ഉപ്പ് ഇട്ട് അടിച്ചടിച്ചാ കാണിക്കും. റീല് കാണല്ലേ? അല്ലെങ്കിൽ വേണ്ട കടിച്ചിട്ട് ഇങ്ങനെ മുക്കി തിന്നാ. അല്ല റീല് അടിച്ചു നോക്കി വേണ്ട കടിക്കണ്ട, എന്നാ പിന്നെ സഞ്ചിട്ട് അടിച്ചടിച്ചടിച്ചടി അത് 2-3 സഞ്ചിനെ വേണം. സഞ്ചിയോട് ഇങ്ങനെ പെറുക്കിയ പോലെ ഇങ്ങനെ. അങ്ങനെ ഉണ്ടാവും റീല് കാണല്ലേ? ഇത് നെയ്യോ ഉപ്പുമുളകിട്ട് അടിച്ചടിച്ചടിച്ച് സഞ്ചിനെ പോയിട്ട് കഴുകണ്ടപ്പോ. കഴുകണം. ഇത് ഫ്രഷ് അല്ലേ? കഴുകണോ? ജീവജാലങ്ങൾ തൂറിയിടും, നമുക്ക് കാണാത്ത പല ജീവികളും. ഫ്രഷ് സാധനം കഴുകിയും കാട്ടി എത്രക്കും ഫ്രഷ് ആയിരിക്കും. സാധനം ഡയറക്റ്റ് മരുത്തടിക്കും, നിലം പോലും തട്ടിക്കില്ല. എന്നാ പിന്നെ വേണ്ട, അടിക്കാതാ. എന്ത് ഈ സാധനം? ഈ സാധനം എന്താ അറിയോ? അല്ല മാങ്ങന്റെ മൂക്കട്ട. മാങ്ങന്റെ മൂക്കട്ടെ അവരിപ്പോ 10 മിനിറ്റ് നമുക്ക് മാങ്ങ അടിച്ച് തീർക്കാം. അല്ല അവർക്ക് വേണ്ട, അപ്പൊ അവർക്ക് വേണ്ടേ? പഠിച്ചോട്ട് ഉണ്ടല്ലോ. എന്നാ നമുക്ക് അടിക്കാം. പിന്നെ താഴ്ന്നു നിന്നാലോ? ഇവിടുന്ന് കാറ്റുണ്ട് കൊണ്ട് സാധനം കൊണ്ടുവന്ന് എനിക്ക് പേര് അറിയില്ലേ? ഞാൻ ഇപ്പൊ ഇവന് അനിയുണ്ട്, ഇപ്പൊ നമുക്ക് അടുത്ത വലിയ അണിയുണ്ട് പറഞ്ഞേ. വലുതന്നല്ലേ ഇത്? ഇതൊന്നും 1.5 അടി. ഞാൻ അത്ര പഠിക്കാൻ 10 എന്നിട്ടാ വരുന്നത്. അത്യാവശ്യം വലുതല്ലേ? ഇവ അമ്പലത്തെ ഇങ്ങനെ എടുത്ത് കാണുന്നല്ലേ, അപ്പൊ എനിക്ക് വലുതന്നല്ലേ ഇത്? കത്തിയിട്ട് ഇങ്ങനൊക്കെ കട്ടു ഇപ്പൊ പൊടിയപ്പില്ല.
ഉപ്പില്ലേ? ഉപ്പുണ്ട് ഉപ്പ്. ഇത് ഇതാക്കണം. ഞാൻ പറയുന്നത് കടിച്ചെന്നെ ഒന്നാ അടി മുട്ടുമ്പോ വൈറ്റ് വേണ്ട. ഇരുന്നിരുന്ന് പിത്തം പിടിച്ചോ. മുറിക്കരുത്, ഞാൻ കടിച്ചു പൊട്ടിക്കണം. ഫസ്റ്റ് ഞാൻ കടിച്ച് പൊട്ടിക്കണം. ആ പല്ലു കേട്ടോ. നോക്കാം. മോനെ നല്ല ഉപ്പും മുളകും കൂട്ടുക. ഫുട്ബോളായല്ല, ഭയങ്കര ക്രിസ്പി. വേറെന്താ പറയാല്ല, ജ്യൂസി. ജ്യൂസ് ഒന്നല്ല, ഫ്രൂട്ടി. തിന്നാ എന്തോ വയറിളപ്പിക്കും. നല്ല തൂര് ഉപ്പും മുളക് ഇട്ട് തിന്നാല് പിന്നെ ചില കുടിക്കും. നമുക്ക് അറിയില്ല ഉപ്പും മുളകില്ലേ. അങ്ങനെ ഇതില് വേറെ തന്നെ അല്ലേ, നമ്മ അടിച്ച് കയറ്റൂലേ. കറിയിൽ ഏറ്റവും കൂടുതൽ ഉപ്പും മുളകും. വയറ്റിനൊക്കെ പക്ഷെ മാങ്ങയായിട്ട് എന്താ റിയാക്ഷൻ ഉണ്ടാവും ഇതിന്? അപ്പൊ മാങ്ങക്കറിയോ? മാങ്ങക്കറിയാ? അതില് റിയാക്ഷൻ ഇല്ല. അതില് റിയാക്ഷൻ ഉണ്ടാവില്ല, കാരണം ഓരുണ്ടാക്കിയത് അമ്മ ഉണ്ടാക്കണേ. നീ ഏതോ കട്ട മാവ് എന്നിട്ട് തൂറി ഇപ്പത്തേനെ കുറ്റോണ്ട് കാര്യമില്ല. എനിക്ക് മറ്റേ സ്ഥലം കാണാൻ പറ്റോ? ആ സതീശൻ ആരോ ഓടിപ്പോയില്ലേ ഒറ്റ കയ്യിൽ കൊണ്ട്? സതീശനാ മറ്റേ ജയിലടിക്ക് ഗോവിന്ദച്ചാമി. ആ ഗോവിന്ദൻ പിടി അത് കാണാൻ കഴിയില്ല. കാണാൻ കഴിയില്ല, എന്ത് ചാടുന്നതാ കാണണ്ടേ? അങ്ങനല്ല, ജയില് ജയിലിടെ കാണൂല. അതൊന്നും ആകെ കാണാൻ അസറ്റ് ഹോംസ് ആണ്. പിന്നെ അതിന്റെ പള്ളിക്കുന്നാണ് കണ്ണൂർ സെൻട്രൽ ജയില്. ഇത് ഇവിടെ എന്താ ഒക്കേഷൻ നോക്കുക. ഒക്കേഷനാ? ഒക്കേഷൻ അല്ല, നമ്മൾ സെൻട്രൽ ജയിലല്ലല്ലോ. നമ്മള് അവർക്ക് ലൊക്കേഷൻ തിരിയൂലേ? അപ്പൊ നേരത്തെ പുള്ളി പറഞ്ഞതോ ഇതാന്റെ സ്ഥലം എന്തോ മാപ്പിളം കാടാ. ലൊക്കേഷൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ എന്തോ സ്ഥലം പറഞ്ഞില്ലേ? ഞാൻ മായിച്ചാവുന്നു. കട്ട് ചെയ്തോളാ. പറഞ്ഞിട്ടല്ലോ. ഇത് മായിച്ചാവുന്നല്ലോ. അല്ല നേരത്തെ ഇത് നോ റിയാക്ഷൻ ആയിട്ട് ഇവർ സ്റ്റോണാണ്. ഇത് കണ്ടേ, ഇവന്റെ കണ്ടേ, ഇവന് റിയാക്ഷൻ ഇടൂല. കണ്ടോ? ഇതൊക്കെ വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ടോ. ഇതാ മൂന്ന് പള്ളി പളകി വരും. എന്ത് എരിഞ്ഞ് മറ്റേ ഉള്ളിന്ന് കാളിയാ പോലും ഇവൻ പുറത്തേക്ക് കാണിക്കൂല. ഇവന്റെ വേറൊരു സംഭവം ഉണ്ട്, ഞാൻ പറയട്ടെ. ഇവൻ സിഗ്മയാണ് ആള്. അല്ല അതല്ലോ വേറെ സംഭവം. ഇവനെ 2 പെമ്പിള്ളേർ പ്രപ്പോസ് ചെയ്ത് ഇവന്റെ സ്കൂളിൽ. അത് പറഞ്ഞു കൊടുക്ക, അവി പറഞ്ഞു കൊടുക്ക. എന്നിട്ട് ഇവ പറഞ്ഞ് എനക്ക് നോക്കാനും ചെയ്യില്ല, അങ്ങനെ നോക്കും ചെയ്യില്ല ആരും, എനക്ക് അങ്ങനത്തെ ഇതൊന്നും ഇഷ്ടമല്ല. ഇവന്റെ ചങ്ങായിമാർത്ത് എന്തായാലും പറഞ്ഞു കൊടുത്തിനെ. അതാ പറഞ്ഞു, ആളൊരു സിഗ്മയാണ്. ഭയങ്കര എന്താ പറയാ, ഷേർട്ടിങ്ങനല്ലോ. ഷമീറിന്റെ നേരെ ഓപ്പോസിറ്റ്. ഒരിക്കലും പെണ്ണിട്ടാണ് കളിക്കുന്നത്, മറ്റേ പെണ്ണുണ്ടായിട്ട് റിജക്ട് ചെയ്തു. നമ്മളുടെ ഒരേ വർഗ്ഗമല്ലേ, നമുക്ക് പെണ്ണ് വേണ്ടല്ലേ. നോക്കട്ടെ. പോടോ മൊട്ടമാമും ജാസ്തി 5 മിനിറ്റിലെത്തുന്നല്ല പറഞ്ഞേ. 5 കിലോമീറ്റർ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞേ. ഇത്ര സമയം വേണം. എന്റെ വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് 5 കിലോമീറ്ററാ. ഞാൻ 2 ഇട്ടുണ്ടെത്തിയല്ല, 5 ഇട്ടുണ്ടെത്തിയതാ. നിങ്ങൾക്ക് എത്ര ഉള്ളൂ? എത്തിയാ എനക്ക് പോകുന്ന ഐറ്റിങ്ങോ ഇങ്ങനെ വരും.
നാല് കൊടുക്കണം. എന്തോ ഫോബിയ ഇല്ലേ ഈ മാങ്ങ കഴിയുമ്പോ എന്തോ അതിനെ ഇനി എന്താ ഇതിന്റെ കുഴപ്പം വയ്ക്കാൻ്റെ അതുള്ള ആൾക്കാർക്ക് എൻ്റെ മോന്ത പോലെ തന്നെ. അല്ല ഇവന്മാരിതേടെ അല്ല നിങ്ങളെ ഷൂട്ടല്ല എന്തായി? അല്ല നിന്റെ അല്ല ഏത് അസ്പാക്ക് കൊണ്ടുവരാൻ നിന്റെ പറ. നമ്മളിപ്പോ ബ്രേക്കാ കഴിഞ്ഞിട്ടില്ല. ഉണ്ടോ ഷൂട്ടുണ്ടോ? അപ്പൊ നമുക്ക് താലേക്ക് ഇറങ്ങാം. എനിക്ക് ഒരട്ടെ ഒരു മാവായി മാറട്ടെ. ടെറസിന്റെ മേലെയാ കോൺക്രീറ്റിന് മേല ചെടിയെല്ലാം അത് ചെടി മാങ്ങ. ആദ്യം ഇറങ്ങണോ? അല്ല വേണ്ട കേറുന്നവരല്ലെങ്കിൽ മമ്മൂന്റെ മുഖം നോക്കിയാ വീടെടുക്കുന്ന കൊറേ നാള് ശേഷം ക്യാമറയുടെ മുമ്പിൽ ഒന്നും മുഖം നോക്കിയാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സിനിമാ നടൻ മമ്മു എത്തിരിക്കുകയാണ്. ചോറല്ല ചോറ് പോലും ചോറ് തിന്നാനായിട്ട് വന്നേട്ട് ഇവ എന്താ പനിയാ ചൂടൊന്നുമില്ലല്ലോ. എത്ര സമയം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു? സോറി അതന്നെ 4 മണിക്ക് വരാന്ന് പറഞ്ഞു പോയി. സമയത്രേ നമുക്ക് പടത്തിന് പോയാലോ? അതിരടി ഞാൻ കണ്ടത് നീ കണ്ടോ? എങ്ങനെ വീട്ടിലെ നീ എന്തിനാ പറയാൻ നിക്കുന്നത്? എന്താടാ ഇന്ന് രാത്രി പോവാൻ നിന്നല്ലേ അതിരടിയിൽ ആശിറുണ്ട്. ഇവൻ ഓവർ ഇനി പറയല്ലേ, വേറെ പറയല്ലേ, കാരണം നമുക്ക് കാണുമ്പോ മൂടുള്ള ഇനി പറട്ടോ ഇനോ മരിക്കുന്നുണ്ടെന്ന് കൂടെ പറഞ്ഞായി. കഥ മൊത്തം പറഞ്ഞു. അല്ല പടത്തിന് പോകുന്നുണ്ടാ അല്ലെ കറുപ്പിന് പോവാ. ഭക്ഷണത്തിലേക്ക് നമുക്ക് ഇവിടെ മഴ പെയ്തില്ല. ഇവിടെ വന്നപ്പോ മഴ ചെറുങ്ങനെ പെയ്യുന്നുള്ളൂ. ഉപ്പിലിട്ട് വാങ്ങിയൊക്കെ തിന്നി. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കൂടി എന്താക്കാം, ഫുഡ് കഴിക്കാം. എന്നിട്ട് നമുക്ക് പുതിയ വീട്ടിലേക്ക് മാറാം. നമുക്ക് രണ്ടാളും മിസ്സിംഗ് ആണ്, റാംബോ നിയാദ് കാസർഗോഡ് എന്തോ ഉള്ള ഷൂട്ടിങ്ങിന് ഫുള്ള് തിരക്കും ഇതുമാണ്. പിന്നെ ഉള്ളത് റാംബോ നാട്ടിൽ പോയിട്ടുള്ളത്, ട്രിവാൻഡ്രത്തുള്ളത്. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ ഉണ്ട്. വണ്ടി എടുക്കും. അപ്പൊ അപ്പൊ ഫുഡ് കഴിക്കാം. പണി അതിന്റെ പെണ്ണുങ്ങളെ കല്യാണം അഭി മുമ്പിൽ കിടന്നോ? ഇതോന്റെ അനിയാട്ടോ, സ്വന്തം അനിയൻ. ഞാൻ കണ്ടില്ല, ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല. നിങ്ങളെല്ലാം പിന്നെ ഇവിടെ വരുന്നുണ്ടല്ലോ. ഇത് നേരെ റൂമിൽ കയറി ഇരിക്കും, അവിടെ ഇരുന്ന് കഥ പറയും. ഇവിടെ 10 വട്ടം വന്നിട്ട് 10 വട്ടം ഇവനെ കണ്ടിട്ട് അതാണ് ഇവൻ ഇവിടെ ഉണ്ടായല്ലേ. ഇവൻ ആളൊരു ഞാൻ പറഞ്ഞില്ല സിഗ്മയാണ്. ആണുങ്ങളെ കണ്ടാലും മിണ്ടൂല. ഇവൻ പെൺപിള്ളേർ ഇവനെ സ്കൂളിൽ വരാന്തേന്ന് ഇവനെ പെണ്ണ് 2 പെണ്ണ് ഒരു പെണ്ണ് പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഇവൻ പറഞ്ഞാലോ പോടെ ഞാൻ സിഗ്മയാണ്. ബാക്കി പോയി കയറ്റേ. അപ്പൊ വരൂ ഇത് ലൈറ്റ് ഫുഡ് എടുക്കാം. നിങ്ങളുടെ മിക്സിലാണ് ഫുഡ് കഴിക്കാൻ മതിയോ? അല്ല ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ വിടാട്ടോ. പുതിയ ഇരുന്നോ, ഞാൻ ഫുഡ് എടുത്ത് തരാം.
എന്താ ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ, ഫാൻ നടന്നില്ലേ? മോനെ മോനെ അത് പൊട്ടുവോ? ആ ഇത് മറ്റേ കബോർഡ് വെക്കുന്നല്ലേ, ചെറിയ സപ്പോർട്ട് വേണ്ട. അത് ഒരു വടി കൊണ്ട് തട്ടി അതിന്റെ മേലെ നിന്നിട്ട് പണിയാവോ? അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറക്കി ഇങ്ങോട്ട് എന്താ ഇല്ലട എന്തോ പ്രശ്നമുണ്ട്. വെൽക്കം. എന്തേ ബാൽക്കണി എങ്ങനെ ഇത് ഫുള്ള് രണ്ടാമതൊരു പൊളിയാണ്. ഇവിടെ ഭയങ്കര സ്പേസാണ്. വെള്ളപ്പേറ്റൊക്കെ ഇവിടെ പണി നോക്കിയിരിക്കണോ? ഫുൾ പൊടിയാന്ന് അല്ല ആദ്യം പറഞ്ഞത്. സ്വർണത്തിന്റെ പ്ലേറ്റ് ഒക്കെ ആണ് പരിപാടി. ഗോൾഡ് 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 സോളാർ ഒന്നുമില്ല. ആ ഇല്ല, നമുക്ക് ഒരു വേറൊരു സാധനം കാണിച്ചു തരുന്നുണ്ട്. അത് എടുന്ന് കൊണ്ടുപോണ്ടേ. കാറിന്റെ എവിടെ അതല്ലേ? ഓ കട്ടില പോർഷന്റെ ഈ സ്റ്റിക്കറിൽ ഉദ്ദേശിച്ച കറണ്ട് ബില്ല് വന്നതാ വീട്ടില്. ഒരു റൂം വെച്ച് ഈ എന്താ പറയാ, ഒരു ഈ ശരിക്കും പറഞ്ഞ ഈ ഒരു എ സിയും പി സിയും മാത്രമേ ഓണാന്നുള്ളൂ. പിന്നെ അതാ ഞാൻ പറഞ്ഞ എനിക്ക് തിരി ഇതെന്തേ റൂമാണ്ടതിന്റെ വേറെ പരിപാടി ഉണ്ടല്ലോ. മുണ്ടൊക്കെ എടുത്തെടുത്തിട്ട് മുണ്ടെന്ത് ഞാൻ കൊടുക്കാൻ അല്ല സാധാരണ വീടൊക്കെ കണ്ടു അന്വേഷിച്ചോണ്ട 16,000 ഒരു റൂം എന്ന് പറഞ്ഞു വരും. തിയേറ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. വെറുതെ ഇതിപ്പോ സ്റ്റിക്കറിനോട് ഓഫാക്കലില്ല ഓഫാക്കലില്ല. രണ്ടാം നിലയിൽ ചൂട് കൂടുതലാണ്. ഈ റൂമിൽ മാത്രം വീട് നിൽക്കാൻ വല്ല ചൂടില്ല, നിങ്ങൾക്ക് അറിയുന്നല്ലേ. ഫുള്ള് വെന്റിലേഷൻ ഒന്നും ഇല്ലല്ലേ, എല്ലാം ഒട്ട അടച്ചു. ഇതെത്ര ടണ്ണാ? ഹൈറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ഹൈറ്റ് ഉണ്ടായിട്ട് ചൂട് മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ ഒരു ഉപകാരം. കൊറേ തണുപ്പ് ഓടിട്ടാലോ? ഓടല്ല, സോളാർ വെച്ചാൽ വൈക്കോൽ ഇട്ടോ, വൈക്കോല്. പിന്നെ വൈക്കോൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ വൈക്കോൽ ഇട്ടിട്ടാ കണ്ടിനാ. ഒരു ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോറിക്ഷന്റെ മുകളിൽ വൈക്കോൽ ഇട്ടേക്ക ചൂട് കാരണം. എന്നിട്ട് ഇടക്കിടക്ക് നനച്ചു കൊടുക്കും. കാര്യോ സത്യം സീരിയസ്ലി ഞാൻ റീൽ കണ്ടതാണ്. മമ്മൂനെ പോലത്തെ റീൽ കണ്ടതാ കാര്യം. ഇവന്റെ സ്ഥിരം നമ്മളെ ഭാര്യ നമ്മളെ അലമാരാണ്. ഇതൊക്കെ സ്പീക്കറിലോ? ആ ഹോം തിയേറ്റർ പഠിച്ചേട്ടാ. അന്ന് ചെറുതായിട്ടുണ്ടായിട്ടു. അല്ല ഇതെന്താ പീസിന്റെ കാലൊക്കെ വന്നാ? ഇതൊക്കെ എന്താ പരിപാടി? അത് വേണോട് അതിന്റെ ആവശ്യം എന്നോട് അതിന്റെ ആൾക്കാർ പറഞ്ഞതാണ്. ചെറുതിലേക്കോ? തായല് കൂളർ പോകുന്നുണ്ട്, അപ്പൊ തായലെന്തും വെക്കണം. സാധാരണ ഡെസ്കിന്റെ മോഡൽ നോക്കല്. പക്ഷെ നിനക്ക് ഇങ്ങനെ വെച്ചൂടെ? ഇതാണ് ഷെമീറിന്റെ പി സി സെറ്റപ്പ്. ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം. എന്താ സ്പെഷ്യൽ? എന്താ? പാൽക്കപ്പ ചിക്കൻ കറിയാൻ തോന്നും. മമ്മ വാ. കൈയിടാമല്ലേ? ആ പ്ലേറ്റ് ഞാൻ നീ ഇത് മാത്രം എടുത്തോണ്ട് പോയത്, ബാക്കി ഞാൻ കൊടുത്തില്ല. എന്തെങ്കിലും കൊടുക്കല ആരാ പറയുക.
ഇതെടുത്താ മതി, കറി എടുത്താ മതി. അങ്ങനെ നാണം കേട്ടാ ഇത് വീട് വീട്ടിലേക്കല്ലേ നാളെ ഫുഡായിക്കൊണ്ടെങ്കിൽ അത് കൊള്ളും. വേണ്ട വേണ്ടി പോവാ. ആ മൊത്തത്തിൽ പിടിക്കണ്ടല്ലോ. നീ പിരിക്കണ നമുക്കൊരു കാര്യം ചെയ്യാം, നിലത്ത് പിടിച്ചിട്ട് നിലത്തിരിക്കാം. പൊടിയുണ്ട്. മന്തി സ്റ്റൈൽ ഇരുത്തം നിലത്ത് എവിടെയിരിക്കാൻ പേപ്പർ ഉണ്ടെങ്കിൽ കട്ടിൽ എന്തായാലും അല്ല 10,000 രൂപ ഗെയിമിംഗ് ചെയർ ഇത് മാറ്റണം. മാറ്റിക്കോ ഇവിടെ പിരിക്കല്ലേ. ഞാൻ മീൻ തട്ടോ ആ ഡോർ എടുക്ക സാധേ. പക്ഷെ തുണീനെ കൊണ്ട് കാര്യമില്ല കേട്ടോ. സാധാ ആര് ഓന്റെ പേര് അനിയന്റെയാ എന്റെ പേര് സാധന പിന്നെ ജാസി എന്നുള്ള അവരെ നാമത്തിലല്ലോ നീ അറിയണ്ട. അടിച്ചു കൊല്ലുട്ടേനെ. പ്ലേറ്റ് എത്ര എടുത്തത്? 3 പ്ലേറ്റ് എടുത്തേ. അപ്പൊ നല്ല കോഴിക്കറിയും ഇതാ നല്ല പാൽക്കപ്പയും. അപ്പൊ അപ്പില്ല. അപ്പ പാൽക്കപ്പയാണ്. പിന്നെ തുടങ്ങിയാലേ അതിന്റെ കളിച്ചു പരിപാടികൾ തുടങ്ങിയാലോ. അപ്പൊ നിക്ക് കഴിച്ചോണ്ടേ ഞാൻ ഇതെടുത്തോളൂ. ഓ വരമ്പിരിക്കല്ലേ ഇത് പറ്റി. ആഫ്രിക്കക്കാര് തിന്ന സാധനം അല്ലേ? അല്ല അങ്ങനത്തെ ഉണ്ട്, ആഫ്രിക്കാരെ ഒരു സാധനം ഉണ്ട്. വേറത്തെ കരി അല്ല കപ്പ വെച്ചിട്ട് തന്നെ വള്ളം പറ്റാപ്പയാ കപ്പപ്പൊടി എന്തോ ആക്കിയില്ല. ആഫ്രിക്കാര് ഞാൻ ചൂടിലാക്കിട്ടില്ലേ. ഇത് നേരെ ഇങ്ങനെ തട്ടോണ്ടില്ലേ. എന്തല്ലേ എന്റെ ആഗ്രഹം. ഇത് കൊറേ എടുക്കണ്ടാണല്ലോ. ഇതെന്താന്ന് കണ്ണടയിൽ ഇട്ടിട്ട് തോന്നുന്നു പൊട്ടനായി ചൂട്. ട്രൗസർ ഷട്ടിട്ട് ഇറച്ചിയും കപ്പയായിട്ട് എങ്ങനെയുണ്ടോ പാൽക്കപ്പ എന്ന് പറയുമ്പോ പാല് വയ്ക്കോ? പാലുണ്ടാവുന്നു. തേങ്ങാപ്പാലായിരിക്കും. ഞാൻ ജീവിതത്തിൽ അറിഞ്ഞിരിക്കുന്നത് സാധാ കപ്പയോ മീൻ കറിയൊക്കെ തിന്നു. ഇതെന്താ അല്ലേ വള്ളം കപ്പ. സാധാ കപ്പ തന്നെ വെള്ളം പറ്റില്ല. സംസാരിക്കുന്നില്ലല്ലേ കൂട്ടിട്ടിപ്പോ. പണ്ടേ അങ്ങനെ തന്നെയല്ലേ. ഇവൻ അയ്യാറിൽ ചെയ്യുന്ന സമയത്ത് എന്തിനാ ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓനാണ് അയ്യാറിൽ ചെയ്യുന്നെങ്കിലും ഒന്നും നോക്കൂല. ഭയങ്കര ചൂടാട്ടാ. ചൂട് എനിക്ക് ചൂട് എടുക്കുന്നില്ല. എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടോ? ചൂട് തന്നെ ഗ്ലാസ്സെല്ലാം ഊരി വെക്കുക. എന്തൊരു ഇതാണ് അഷ്ഫാഖ് എന്തോ ഞാൻ ഇത്രയും സമയം ക്ലാസ് ഇട്ടില്ല. അരമണിക്കൂർ ഞാൻ ക്ലാസ് വന്നത് തൊട്ട് പുതിയ നല്ല രസമുണ്ടാ. അടിപൊളിയായിരിക്കോട്ടാ. ചൂടില്ലെങ്കിൽ ഇങ്ങനെ കൊറേ ഇങ്ങനെ ശങ്കര പങ്കാളിത്തത്തിൽ ലൈവ് കാണുന്ന എല്ലാരെയും ക്ഷണിക്കുന്നുണ്ടാ. എല്ലാവർക്കും വരാം. ലൊക്കേഷൻ എടുത്തേ. കല്യാണമായാ എപ്പഴാ? 5-6 മാസം. അപ്പൊ എല്ലാവർക്കും വരാം. ലൊക്കേഷൻ ശങ്കര എടുത്തേക്കും. എല്ലാവർക്കും ബിരിയാണി. അയ്യോ എനിക്ക് ആഗ്രഹം ഉണ്ട് അങ്ങനെ ഒരു സംഭവം. സെറ്റ് ചെയ്തോ. ബിരിയാണി കിട്ടൂല, ഒരാൾക്ക് ഫുഡ് ഉണ്ടാവൂല. ഫുഡല്ലേ ഉണ്ടാവില്ല. ഫുഡെല്ലാം കമ്മു. മമ്മു കട്ടുമാർച്ച് ലെഗ് പീസ് എടുക്കണേ. നല്ല ടേസ്റ്റിലടാ. ഈ ചൂടൊന്നും അറിയുന്നില്ലേ. ചൂടോടൊന്നോ അതാണ് എനിക്ക് ടേസ്റ്റ്. അത് കൊടുക്കൊണ്ടാവും. പുള്ളിയാനും കുഴപ്പമില്ല. എനിക്ക് കപ്പയില്ല, കറിയുള്ളൂ. കുറച്ച് കപ്പയിൽ നിൽക്കും. ഞാനൊരു പീസ് എടുക്കുക, ഇതിലിങ്ങനെ വെക്കുക, നോക്കുക. ഇതിന്റെ കറിയാണ് ചൂട്, കപ്പയാണ് ചൂട്. രണ്ടും ചൂടുണ്ട്. കറി അത്ര ചൂടില്ല, കപ്പ ചൂട്. കപ്പ ചൂട് വേണം.
വ്ലോഗ് കാരണം എല്ലാവരും ഇതാവോ എല്ലാവർക്കും വായിച്ചു തരാം നമ്മൾ സംസാരിച്ച് നോമ്പിനെ സ്റ്റാർട്ടിനായിരുന്നു ബ്ലോഗ്. നോമ്പിനെ അടുത്താടാ. ഈ മാസം ലാസ്റ്റ് പെരുന്നാളല്ലേ? പെരുന്നാളിനൊരു ഡ്രസ് എടുക്കാൻ പോകൽ ബ്ലോഗ് എടുത്താലോ? പിന്നെ ഇപ്പൊ സൗണ്ട് കേൾക്കാം. ആടിനെ കെട്ടിട്ട് ബാക്കിൽ പിന്നെ ഇതുണ്ടാ പോത്തല്ല ആട് പുതിയത്ത് പറഞ്ഞ കുട്ടി ഉണ്ടായ കൊടുക്കുന്നല്ലേ അത് ആക്കി കെട്ടില്ലേ പുതിയത്ത് പോയതാ ഇവര് ഉസ്താദെല്ലാം പോയത് പോലും. അല്ല കോയാലാത്തെന്ന് പറഞ്ഞ വെറൈറ്റി ഞാൻ ശുക്കൂറിനെ കൂട്ടോ പുതിയ വീട്ടില്. ശുക്കൂറിനറിയാം എനിക്ക്. പൂച്ച പാമ്പുള്ളോണ്ട് പൂച്ചാണതാ. പക്ഷേ ഇവൻ ഇതങ്ങനല്ല. ഇത് ഭയങ്കര മടിയൻ. എന്നെ പോയാ ആ അല്ല അങ്ങനല്ല. അതായത് പാമ്പ് വന്നാല് പൂച്ചോളൂ. സാധാരണ പൂച്ച ഞാൻ കൊന്നിട്ട് പോകും. ഇത് അതിനെപ്പറ്റി ഇപ്പൊ കളിക്കും. പിടിച്ച് കാട്ടിനടി കൊണ്ടുതരും. പാമ്പിനെയും കടിച്ചിട്ട് നാടൻ പൂച്ച അല്ല ആ നാടൻ പൂച്ച അല്ല സാധാരണ പൂച്ച. നാടൻ പൂച്ച കൊല്ലും. ഇത് കൊല്ലൂല. സാധാരണ ഫുഡ് കഴിക്കാത്താണല്ലോ. ഇത് ടേസ്റ്റ് തണിയുമ്പോ ടേസ്റ്റ് കൂടിയതാ. ചൂട് പോകുമ്പോ തിന്നാനാണ്. ഇത് ഇന്ന് തീരൂലേ? രാത്രിക്ക് നീ എന്താ എന്റെ ഭാര്യ ഇവരെ പിടിച്ചു കൊണ്ടുപോയിക്കോട്ടാ. എന്റെ മോനെ ഒരു ഒന്നൊന്നല്ല ഞാൻ ഉമ്മ പറയുന്നത്. എന്നാ പിന്നെ ഒരു ഇതും കൂടി കൂടുതലിടാ. മതി ഇതിന്റെ കൂടെ കട്ടനും കൂടെ കിട്ടിയ കട്ടനല്ലേ നമുക്കൊരു എന്റെ മെയ്ക്കിലൊന്നും മറച്ചേക്കല്ല. ആ കറിയുന്നാടാ അവസാനത്തെ കരച്ചില. ആടിന്റെ മുണ്ട് കിട്ടുന്നുണ്ടാ കേൾക്കുന്നുണ്ടാ? അതില് കേക്കോ? ആ കേക്കോ. നമുക്ക് ഈ വ്ളോഗ് എന്ത് ചെയ്യാം? വെള്ള ഷോക്സ് ഇത് രാവിലെ എണീക്കുമ്പോ തുറന്നൂടാ. നല്ല ഫീൽ ഗുഡ് ആണ്. എന്താടാ എന്നിട്ട് പാട്ടെല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ തരാം. ഏമ്പക്ക എന്ത് എന്താ നീ പാക്കിയത്? അപ്പൊ വിശാലമായ സ്ഥലത്ത് നിന്ന് നമ്മൾ എന്താ ചെയ്യുകയാണ്? അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ വ്ളോഗ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഇതിന്റെ പാർട്ട് 2 ആയിട്ടായിരിക്കും വരിക. കാരണം ഇത് ലെങ്ത് കൂടിയും തോന്നുന്നുണ്ട്. അപ്പൊ ചിലപ്പോ പാർട്ട് 2 ആയിട്ട് വരുമായിരിക്കും. ഇത് പാർട്ട് 1. ഇനി ഗ്യാങ് ഹൗസ്, പുതിയ ഗ്യാങ് ഹൗസും അടുത്ത പരിപാടിയെല്ലാം കാണിക്കുന്നത് പാർട്ട് 2 ആയിട്ടായിരിക്കും മിക്കവാറും വരിക. ഓക്കെ, അപ്പൊ ഈ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അടുത്തത് മറ്റേ നമ്മള് പുതിയ ഗ്യാങ് ഹൗസും ഇതെല്ലാം ആയിട്ട് അടുത്ത വ്ളോഗ് നമ്മള് പാർട്ട് 2 ആയിട്ടായിരിക്കും ഇറക്കാം. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ വരും. മറ്റേത് നമ്മള് ഗ്യാങ് ഹൗസ് കണ്ടിട്ട് അടുത്ത വിശേഷങ്ങളിലായിട്ട് അടുത്ത വ്ളോഗ് വരും. അപ്പൊ എന്റെ ആദ്യത്തെ വ്ളോഗാണ് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇതൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമന്റ്, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതെ. അപ്പൊ ഓക്കെ, ബൈ ബൈ. ലവ് യു ഗൈസ്. ബൈ ബൈ.